ബിഗ് ബോസ് സീസൺ 6 താരം നന്ദനയ്ക്കും റിഷാനയ്ക്കും വാഹനാപകടത്തിൽ പരിക്ക്. ഷോയിലെ സഹമത്സരാർത്ഥിയായിരുന്ന സായി കൃഷ്ണയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സായി കൃഷ്ണയുടെ വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് അപകടമുണ്ടായത്. അതേസമയം സായി കൃഷ്ണ അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നില്ല. പുറകിൽ മറ്റൊരു കാറിലായിരുന്നു സായി കൃഷ്ണയും സിജോയും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്നത്. നന്ദന, നിഷാന, സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹ, അഭിലാഷ്, ജിത്തു എന്നിവരായിരുന്നു അപകടത്തിൽപ്പെട്ട BMW കാറിലുണ്ടായിരുന്നത്. പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഇന്നലെ രാത്രിയോടെയാണ് അപകടമുണ്ടായത്. ബ്ലോക്ക് ആയതിനാൽ റോഡ് അരികിലേക്ക് മാറ്റി നിർത്തിയിരുന്ന വാഹനത്തിൻ്റെ പുറകിലേക്ക് പച്ചക്കറി കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നും തങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞെന്നും സായിയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വിനുവും വ്യക്തമാക്കുന്നു. അപകടത്തിൽ ആർക്കും സാരമായ പരിക്കേറ്റിട്ടില്ല. എങ്കിലും നന്ദനയുടെ തലയിടിക്കുകയും അവിടെ മുഴച്ചു വരികയും ചെയ്തു. നിഷാനയ്ക്കും ശരീരവേദനയുണ്ടായി. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ലോറിക്കാരെ പെട്ടെന്ന് തന്നെ പോകാൻ അനുവദിച്ചു. കേസ് രജിസ്റ്റർ ചെയ്താലും ചെറിയ നഷ്ടപരിഹാരം മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂവെന്നും പറഞ്ഞു. അവിടെ ഓടിക്കൂടിയ ചിലർ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്നും അങ്ങനെ പോയാൽ കൂടുതൽ പൈസ നഷ്ടപരിഹാരമായി എഴുതി വാങ്ങിക്കാമെന്നും പറഞ്ഞു. എന്നാൽ അതിന് തയ്യാറല്ല, നിയമപരമായി പോകട്ടെയെന്നാണ് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ സർക്കാർ ആശുപത്രിയിലേക്ക് പോയതെന്നും സുഹൃത്ത് വിനു വ്യക്തമാക്കുന്നു. വാഹനത്തിന് ഏകദേശം 3 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. നഷ്ടപരിഹാരം ലഭിക്കുകയാണെങ്കിൽ പരമാവധി 1.5 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള 1.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകും. അതിന് കാരണം ആ ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ്. പ്രീമിയം വെഹിക്കിളായിരുന്നതിനാലാണ് ആൾക്കാർക്ക് വലിയ പരിക്ക് പറ്റാതിരുന്നത്. ഒരു സാധാരണ വാഹനമായിരുന്നതിനാൽ ആളപായം തന്നെ സംഭവിച്ചേക്കാമെന്നും വിനു വ്യക്തമാക്കുന്നു. അതേസമയം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കി സായി കൃഷ്ണയും വ്യക്തമാക്കി. നല്ല പോലീസുകാരൊക്കെയുണ്ട്, എന്നാൽ ചിലർ അങ്ങനെയല്ല. വലിയ വണ്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെറിയ വണ്ടിക്കാരെയും ശ്രദ്ധിക്കണമെന്നാണ്. അബദ്ധവും അപകടവുമൊക്കെ പറ്റും. അപ്പോഴെങ്കിലും അപകടത്തിൽപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചതെങ്കിലും നോക്കണമെന്നും സായി പറയുന്നു. ആ വണ്ടി ആയതുകൊണ്ട് ആളുകൾക്ക് കാര്യമായൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. വണ്ടിക്ക് പറ്റിയത് പറ്റി. പക്ഷേ ഒട്ടും മനുഷ്യജീവന് വിലയില്ലാതെ ഇവർ ഈ കാണിക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കമ്മീഷൻ അടിക്കുന്ന ആളുകളെയും ഇതിനിടയിൽ കണ്ടു. അതൊരു മോശം പരിപാടിയാണ്. ഞാൻ ആദ്യം കരുതിയത് അവർ നല്ല ഉദ്ദേശത്തിലാണ് അവിടേക്ക് പോയിക്കോളും എന്ന് പറയുന്നതെന്നാണ്. എന്നാൽ അങ്ങനെ അല്ലെന്ന് സുഹൃത്ത് പറഞ്ഞു. എന്തായാലും നാട്ടുകാർ നല്ല രീതിയിൽ സഹായിച്ചു. ഷിയാസ് കരീമിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നതും സഹായകരമായി. ലോറിയിലെ ക്ലീനറായിരുന്നു ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി. ഇനി അങ്ങോട്ട് ഇടിച്ചു കയറുക എന്ന രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റവും സായി കൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു.